Assalamualaikum warahmatullahi taala wabarakatuh. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മനുഷ്യലോകം പുതിയ അനുഭവങ്ങളെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ സൈബർ സുരക്ഷ, സ്വകാര്യതയും ഓൺലൈൻ ഭീഷണികളും എന്ന വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും ഇന്റർനെറ്റുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ സൈബർ സുരക്ഷ എന്നത് കേവലം ഒരു സാങ്കേതിക വിഷയം മാത്രമല്ല. സൈബർ സുരക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്വകാര്യത എന്നത്. ഓൺലൈനിൽ നാം പങ്കുവെക്കുന്ന ഓരോ വിവരവും അത് ഒരു ഫോട്ടോ ആണെങ്കിലും നമ്മുടെ സ്വകാര്യ സ്വത്താണ്. അത് നമ്മുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ സൈബർ കുറ്റവാളികളുടെ കൈകളിൽ എത്തുകയും അത് ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇമെയിലുകൾ, മറ്റു ഓൺലൈൻ ഇടപാടുകൾ എന്നിവയെല്ലാം ഇന്ന് ഹാക്കിങ്ങിനും ചോർത്തലിനും വിധേയമാകാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. അതിനാൽ ഈ ഡിജിറ്റൽ ലോകത്തെ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സൈബർ സുരക്ഷ എന്നത് ഒരു കമ്പ്യൂട്ടർ വിദഗ്ധന്റെ മാത്രം വിഷയമല്ല, മറിച്ച് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ ഓരോ ക്ലിക്കിനും ഒരു വിലയുണ്ട്. ഓൺലൈനിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഡാറ്റയുടെ രൂപത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നതിനാൽ ഫിഷിംഗ് തട്ടിപ്പുകൾ, അതുപോലെ മാൽവെയർ ആക്രമണങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ ചോർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ നിരന്തരമായിട്ടുള്ള ഓൺലൈൻ ഭീഷണികളെ നാം ജാഗ്രതയോടെ നേരിടണം. സൈബർ സുരക്ഷ എന്നത് ഒരു പ്രതിരോധ മനോഭാവമാണ്. നമ്മുടെ ജാഗ്രതയും അവബോധവും വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കാനും അതുപോലെ തന്നെ ഓൺലൈൻ ഭീഷണികളെ നമുക്ക് മറികടക്കാനും സാധിക്കുകയുള്ളൂ. ഒരു തുടർച്ചയായ പ്രക്രിയ കൂടിയാണ് സൈബർ സുരക്ഷ എന്നത്. സാങ്കേതിക വിദ്യകൾ വളരുന്നതിനനുസരിച്ച് സൈബർ ഭീഷണികളുടെ രൂപവും മാറിക്കൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിൽ നാം ഓരോരുത്തരും വിവേകമുള്ള ഡിജിറ്റൽ പൗരന്മാരായി തീരുക എന്നതാണ് പ്രധാനം. സൈബർ സുരക്ഷ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഓരോ പൗരനും ഈ ഡിജിറ്റൽ ലോകത്തെ നിയമങ്ങളെയും ഭീഷണികളെയും അതുപോലെ പ്രതിരോധ മാർഗങ്ങളെയും കുറിച്ച് ബോധവാന്മാരായി തീരണം. നിങ്ങളുടെ ഡാറ്റ, നിങ്ങളുടെ സ്വകാര്യത, അത് നിങ്ങളെ കുറിച്ചുള്ള അവബോധനം വർദ്ധിപ്പിക്കുക, ജാഗ്രതയോടെ പെരുമാറുക, അത് മറ്റുള്ളവരിലേക്ക് പകരുക. എങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഡിജിറ്റൽ ലോകം എന്നുള്ളത് ഒരു വലിയ ശക്തിയാണ്. ആ ശക്തിയെ മറികടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ശക്തിയെ ഗുണകരമാക്കണമെങ്കിൽ നമ്മുടെ സ്വകാര്യതയെ കുറിച്ച് നാം പഠിക്കണം. ഓൺലൈൻ ലോകത്ത് ജാഗ്രതയോടെയും വിവേകത്തോടെയും ഇടപെടാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിട ചോദിക്കുകയാണ്.